വയോധികർ നമ്മുടെ അഭിമാനം. കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ സഹായത്തോടെ കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷനുമായി സഹകരിച്ച് തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പരിപാടി. നിർവഹണം ജോബിഷ് ജോസ്. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. വയോസുരക്ഷ, നമ്മുടെ വയോധികർ നമ്മുടെ അഭിമാനം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയവും കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷൻ ഓഫ് ഇന്ത്യയും സംയുക്തമായി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പരിപാടിയാണിത്. ഞാൻ ലക്ഷ്മി. ഏയ് ലക്ഷ്മി, നീ എന്താ അവിടെ ചെയ്യുന്നേ? റേഡിയോയിൽ അവര് പറയുന്നത് പോലെ ഒന്ന് പറഞ്ഞു നോക്കിയതാ മുത്തശ്ശ. വാ, മുത്തശ്ശനും ഉണ്ട് ഈ പരിപാടിയിൽ. ശരിക്കും? അതെ മുത്തശ്ശ, നമ്മളിപ്പോൾ ഓൺലൈനിലാണ് കേട്ടോ. നമ്മൾ പറയുന്നതൊക്കെ റേഡിയോയിൽ ആളുകൾ കേട്ടോണ്ടിരിക്കുക. അത് കൊള്ളാം. എന്നാ തുടങ്ങാം. പ്രിയ ശ്രോതാക്കളെ, ഞാൻ ലക്ഷ്മി. മുത്തശ്ശ, ഞാൻ പറഞ്ഞതിന്റെ ബാക്കി പറ. ഞാൻ ലക്ഷ്മിയുടെ മുത്തശ്ശൻ ഭരതൻ. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ 2 പേരുടെയും ഒരു ബിഗ് ഹലോ. കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം, അല്ലേ? സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുടെയും, പ്രത്യേകിച്ച് ദുർബല വിഭാഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും ക്ഷേമം ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന ഇന്ത്യ ഗവൺമെന്റിന്റെ സുപ്രധാനമായ മന്ത്രാലയമാണിത്. തുല്യത, നീതി, ശാക്തീകരണം തുടങ്ങിയവയൊക്കെ ഉറപ്പുവരുത്താനായി വിഭാവനം ചെയ്തിരിക്കുന്ന വിവിധങ്ങളായ പദ്ധതികളുണ്ട്. അവയാണ് ഈ മന്ത്രാലയം നടപ്പിലാക്കി വരുന്നത്. നമ്മുടെ വയോധികരാണ് നമ്മുടെ പൈതൃകം. അവരാണ് നമ്മുടെ കുടുംബത്തിന്റെ അഭിമാനം. അവർ തന്നെയാണ് കുടുംബത്തിന്റെ ഉറച്ച അടിത്തറയും. ലക്ഷ്മി, നീ പറഞ്ഞതില്ലേ, അത് മുഴുവനായിട്ടും ശരിയാട്ടോ. എങ്ങനെയാണ് ബന്ധങ്ങൾ സൃഷ്ടിക്കേണ്ടതെന്നും വളർത്തേണ്ടതെന്നും നമ്മെ പഠിപ്പിക്കുന്നത് മുതിർന്നവരാണ്. കുടുംബ പാരമ്പര്യങ്ങളുടെ എല്ലാ മൂലക്കല്ല് അവരാ. ഗൂഗിളിൽ പരതിയാൽ എന്തും നമുക്ക് കണ്ടെത്താം. എന്നാൽ അതിൽ കണ്ടെത്താൻ കഴിയാത്ത ചിലതുണ്ട്. വയോധികരുടെ അനുഭവവും ജ്ഞാനവും ഉപദേശമൊന്നും അതിൽ കാണിയേല. അത് ശരിയാണ് മുത്തശ്ശ. പക്ഷേ ഇന്നത്തെ കാലത്ത് വയോധികരെ വേണ്ട വിധം പരിഗണിക്കാത്തതിന്റെയും അവരെ ഒഴിവാക്കുന്നതിന്റെയും അവരോട് ക്രൂരത കാണിക്കുന്നതിന്റെയും എത്രയധികം ഉദാഹരണങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത്. കുറേയധികം വയോധികർ കുടുംബാംഗങ്ങളാൽ ഉപേക്ഷിക്കപ്പെട്ടവരാണ്. മരിക്കുന്നതുവരെ തനിയെ കഴിയാൻ വിധിക്കപ്പെട്ടവരുമാണ്. ഇത്തരം കാര്യങ്ങൾക്ക് തടയിടാനും വയോധികരുടെ ക്ഷേമം ഉറപ്പാക്കാനും ഇന്ത്യ സർക്കാർ ഒരു സുപ്രധാന ചുവടുവയ്പ് നടത്തിയിട്ടുണ്ട്. കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയമാണ് അതിന് മുൻകൈയെടുത്തിരിക്കുന്നത്. നീതിനിഷ്ഠവും എല്ലാ വയോധികർക്കും ഇടവുമുള്ള ഒരു സമൂഹം നിർമ്മിക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാർ. അതിൽ പ്രധാനപ്പെട്ടതാണ് അടൽ വയോ അഭ്യുദയ് യോജന. 2017 ഇത് തുടങ്ങിയത്. നമ്മുടെ വയോധികർക്ക് സാമൂഹിക സാമ്പത്തിക സുരക്ഷിതത്വം നൽകി അവരെ സ്വയം പര്യാപ്തരാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ 1951 കണക്കനുസരിച്ച് 19.8 മില്യൺ വയോധികരാണ് ഇന്ത്യയിലുണ്ടായിരുന്നത്. എന്നാൽ 2001 അത് 70.6 മില്യണായി ഉയർന്നു. 2011 സെൻസസ് പ്രകാരം അത് 103.8 മില്യണാണ്. 2026 ആകുമ്പോഴേക്കും ഇന്ത്യയിലെ വയോധികരുടെ എണ്ണം 173 മില്യൺ ആകും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ലക്ഷ്മി, വയോധികരുടെ എണ്ണത്തിലുണ്ടാകുന്ന ഈ വളർച്ച സൂചിപ്പിക്കുന്നത് എന്താണെന്ന് നിനക്കറിയോ? നമ്മുടെ രാജ്യത്ത് ആയുർദൈർഘ്യം കൂടിയെന്നാണ്. അടുത്ത കാലത്തായി നമ്മുടെ ആരോഗ്യരംഗത്തുണ്ടായ വളർച്ചയുടെ അടയാളം കൂടിയാട്ടോ ഇത്. അവരുടെ ആയുർദൈർഘ്യം ഉറപ്പാക്കുന്നതിനോടൊപ്പം നാം ഉറപ്പുവരുത്തേണ്ട മറ്റൊരു കാര്യം എന്താണെന്നറിയോ? ജീവിക്കുന്ന കാലത്തോളം സുരക്ഷിതമായും അന്തസ്സോടെയും ആത്മാഭിമാനത്തോടെയും ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ അവർക്കുണ്ട് എന്നതാണ്. ഇന്നത്തെ ഏറ്റവും വലിയ വെല്ലുവിളിയും അതുതന്നെയാണ്. ലക്ഷ്മി, ഭാരതീയ മൂല്യങ്ങളും പാരമ്പര്യങ്ങളും എക്കാലത്തും വയോധികരെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നവയാണ്. സാധാരണഗതിയിൽ വീട്ടുകാർ പ്രായമായവരെ നന്നായി പരിചരിക്കാറുണ്ട്. എന്നാൽ കാലം മാറുന്നതിനനുസരിച്ച്
കൂട്ടുകുടുംബ വ്യവസ്ഥകൾ ഇല്ലാതാവുകയും അണുകുടുംബങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയുമൊക്കെ ചെയ്തില്ലേ? അതുകൊണ്ട് കുറേയധികം വയോധികർ അവരുടെ കുടുംബാംഗങ്ങളാൽ തന്നെ അവഗണിക്കപ്പെട്ടവരും ഒറ്റപ്പെടുത്തപ്പെട്ടവരുമായി മാറി. അല്ലെങ്കിലും രണ്ടു പേരും ജോലിക്ക് പോകുന്നിടത്ത് ആരാണ് പ്രായമായവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാറുള്ളത്? ഇന്ന് വയോധികരായ നിരവധി ആളുകൾ ആരോഗ്യ പ്രശ്നങ്ങളും മാനസിക പിരിമുറുക്കങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും ഒക്കെ അഭിമുഖീകരിക്കുന്നുണ്ട്. സമൂഹത്തിന്റെ പിന്തുണ കുറയുന്തോറും വയോധികരുടെ പ്രശ്നങ്ങളും കൂടി വന്നുകൊണ്ടിരിക്കുക. സമൂഹത്തിന്റെ പ്രത്യേക പരിഗണന അവർ അർഹിക്കുന്നുണ്ട് എന്നല്ലേ അതിന്റെ അർത്ഥം? നമ്മുടെ വയോധികർ ആദരിക്കപ്പെടുന്നുണ്ടെന്നും വിലമതിക്കപ്പെടുന്നുണ്ടെന്നുമൊക്കെ തോന്നത്തക്ക വിധം അവരുടെ സാമ്പത്തിക ആരോഗ്യ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു സംവിധാനം സൃഷ്ടിക്കുക എന്നത് പ്രധാനമാണ്, അല്ലേ മുത്തശ്ശ? നമ്മുടെ വയോധികർ നമ്മുടെ അഭിമാനം. കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ സഹായത്തോടെ കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷനുമായി സഹകരിച്ച് തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പരിപാടി. മുത്തശ്ശ, നമ്മുടെ ശ്രോതാക്കളോട് ഇനി അടൽ വയോ അഭ്യുദയ് യോജനയെക്കുറിച്ച് സംസാരിച്ചാലോ? കേന്ദ്ര സാമൂഹ്യനീതി മന്ത്രാലയം നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണിത്. സമൂഹത്തിലെ മുതിർന്ന പൗരന്മാരുടെ പോഷകാഹാരം, ആരോഗ്യ സംരക്ഷണം, സാമ്പത്തിക സുരക്ഷ തുടങ്ങിയവ ഉറപ്പാക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. വാർദ്ധക്യ സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിച്ചും തലമുറകൾക്കിടയിലുള്ള വിടവുകൾ നികത്തിയും വയോധികരുടെ ജീവിതത്തിന്റെ പ്രാധാന്യം മുൻനിർത്തിയും അവരുടെ സമ്പൂർണമായ ക്ഷേമവും സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിലാണ് പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. കുടുംബാംഗങ്ങൾ ഉപേക്ഷിക്കുകയോ ഒറ്റപ്പെടുത്തുകയോ ഒക്കെ ചെയ്തിട്ടുള്ള വയോധികർക്ക് സുരക്ഷ നൽകി അവരുടെ നഷ്ടപ്പെട്ട ആത്മവിശ്വാസം തിരികെ നൽകുകയാണ് ലക്ഷ്യം. മോളെ, നീ പറഞ്ഞതില്ലേ, അത് പൂർണ്ണമായും ശരിയാ. ഈ സ്കീമിന് കീഴിൽ മറ്റനേകം പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്, അതും 60 വയസ്സിന് മുകളിൽ പ്രായമായവർക്ക് വേണ്ടി. ഏതൊക്കെയാണെന്നറിയാമോ? ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം ഫോർ സീനിയർ സിറ്റിസൺസ്, സ്റ്റേറ്റ് ആക്ഷൻ പ്ലാൻ ഫോർ സീനിയർ സിറ്റിസൺസ്, നാഷണൽ വയോശ്രീ സ്കീം അഥവാ രാഷ്ട്രീയ വയോശ്രീ യോജന, സീനിയർ സിറ്റിസൺസ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ പ്രൊഡക്റ്റീവ് എൻഗേജ്മെൻറ്റ്, സേജ് അഥവാ സീനിയർ കെയർ ഏജിംഗ്. ഞാൻ പ്രജിത്ത്, ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ, വയനാട്. ഇന്ത്യയിൽ മുതിർന്ന പൗരന്മാരുടെ എണ്ണത്തിൽ കഴിഞ്ഞ കുറേ വർഷത്തിനിടയിൽ ക്രമാതീതമായ വർധനവാണ് കാണപ്പെടുന്നത്. ആധുനിക കാലഘട്ടത്തിൽ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ ഉണ്ടായ തകർച്ച നിമിത്തമാണ് വയോജനങ്ങളുടെ ശുശ്രൂഷയിൽ വേണ്ടത്ര ശ്രദ്ധ ചെലുത്താത്തതും അത് കുടുംബാംഗങ്ങൾക്ക് കഴിയാത്തതുമാണ് വൃദ്ധസദനങ്ങൾ രൂപീകൃതമാകുന്നതിന് സാഹചര്യമൊരുക്കിയത്. ഇന്ത്യയിൽ 2002 കണക്ക് പ്രകാരം 1818 വൃദ്ധസദനങ്ങളിൽ 186 എണ്ണവും കേരളത്തിൽ നിന്നുമാണ്. കേരളത്തിന്റെ മൊത്തം ജനസംഖ്യയിൽ വയോജനങ്ങളുടെ എണ്ണത്തിലുള്ള വർധനവ് 1961 5.83%, 91 അത് 8.82%, 2001 9.79%. സംസ്ഥാനത്തെ വയോജനങ്ങളുടെ എണ്ണത്തിൽ ബഹുഭൂരിപക്ഷവും വിധവകളാണ് എന്നതാണ് ഒരു പ്രത്യേകത. 1991 വയോജന വിഭാഗത്തിൽപ്പെടുന്ന വിധവകളുടെ എണ്ണം 60 മുതൽ 69 വയസ്സ് വരെ 53.8%, 70 വയസ്സിന് മുകളിലുള്ളവരുടെ കാര്യത്തിൽ അത് 69.20%. വരും വർഷങ്ങളിൽ മുതിർന്ന പൗരന്മാരുടെ എണ്ണം കേരളത്തിൽ ജനസംഖ്യയുടെ 20% വർദ്ധിക്കപ്പെടും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഈ ജനവിഭാഗത്തിന്റെ പരിപാലനത്തിനും സാമൂഹ്യ സുരക്ഷിതയിലും അവകാശ സംരക്ഷണത്തിനും കൂടുതൽ ഊന്നൽ നൽകേണ്ടത് അത്യാവശ്യമാണ്, അത്യന്താപേക്ഷിതവുമാണ്. വയോശ്രീ പ്രോജക്ട്, ഊന്നുവടി, ഹിയറിംഗ് എയ്ഡ് തുടങ്ങി വയോജനങ്ങൾക്ക് ആവശ്യമായ സഹായ ഉപകരണങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ സഹായത്താൽ നൽകുന്ന ഒരു പദ്ധതിയാണ്. സാമൂഹ്യനീതി വകുപ്പിന്റെ സഹായം ഇക്കാര്യത്തിൽ പ്രത്യേകം ഉണ്ടായിരിക്കുന്നതാണ്. മേൽപ്പറഞ്ഞ ഇത്തരം സഹായ പദ്ധതികൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എത്തിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നത് നമ്മുടെ കേരളത്തിലെ കമ്മ്യൂണിറ്റി റേഡിയോകളാണ്. വയനാട് ജില്ലയിൽ നമ്മുടെ വയനാടിന്റെ റേഡിയോ ആയിട്ടുള്ള റേഡിയോ മാറ്റിലെയാണ് ഈ ഒരു വലിയൊരു ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത്. എല്ലാവിധ ആശംസകളും സാമൂഹ്യ നീതി വകുപ്പിന് വേണ്ടി ഞാൻ
എൻ്റെ പേര് ബിനേഷ്. ഞാൻ വയനാട് ജില്ലാ സാമൂഹ്യനിധി ഓഫീസിലെ ജൂനിയർ സൂപ്രണ്ടായിട്ടാണ് ജോലി ചെയ്തു വരുന്നത്. മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റിന്റെ കീഴിൽ ചില പ്രത്യേക പദ്ധതികൾ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് മുഖേന നടപ്പിലാക്കി വരുന്നുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട പദ്ധതി എന്ന് പറയുന്നത് രാഷ്ട്രീയ വയോശ്രീ യോജന RVY എന്നറിയപ്പെടുന്ന ഒരു പദ്ധതിയാണ്. ഇത് BPL വിഭാഗത്തിൽപ്പെടുന്ന മുതിർന്ന പൗരന്മാർക്ക് സൗജന്യ ശാരീരിക സഹായങ്ങളും ജീവിത സഹായ ഉപകരണങ്ങളും നൽകുന്ന ഒരു പദ്ധതിയാണ്. കേന്ദ്ര സർക്കാർ ധനസഹായം നൽകുന്ന ഈ പദ്ധതി സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയത്തിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ ആർട്ടിഫിഷ്യൽ ലിംസ് മാനുഫാക്ചറിംഗ് കോർപ്പറേഷൻ, അതായത് അലിംകോ എന്നറിയപ്പെടുന്ന ഒരു സംവിധാനം വഴിയാണ് നടപ്പിലാക്കി വരുന്നത്. ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് മുതിർന്ന പൗരന്മാരെ അവരുടെ സ്വാതന്ത്ര്യം, ചലനാത്മകത, ആശയവിനിമയം എന്നിവ നിലനിർത്താൻ സഹായിക്കുന്ന ഉപകരണങ്ങൾ നൽകുക, മുതിർന്ന പൗരന്മാരുടെ ശാരീരിക പ്രവർത്തനങ്ങൾ സാധാരണ നിലയിലേക്ക് കൊണ്ടുവരിക, വയോജന സൗഹൃദ സമൂഹം കെട്ടിപ്പടുക്കുക. ഈ പദ്ധതി പ്രകാരം ഇനി പറയുന്ന ഉപകരണങ്ങൾ നൽകുന്നുണ്ട്: വാക്കിംഗ് സ്റ്റിക്കുകൾ, എൽബോ ക്രച്ചസ്, വാക്കേഴ്സ്, ക്രച്ചസ്, ട്രൈപോഡുകൾ, ക്വാഡ് പോഡുകൾ, ശ്രവണ സഹായികൾ, വീൽ ചെയറുകൾ, കൃത്രിമ പല്ലുകൾ, കണ്ണടകൾ എന്നിവ ഈ പദ്ധതി പ്രകാരം നൽകി വരുന്നുണ്ട്. ഈ സ്കീമിന് യോഗ്യത നേടുന്നതിന് 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാരായിരിക്കണം. അതുപോലെ തന്നെ BPL കുടുംബാംഗമായിരിക്കണം. അതേപോലെ തന്നെ ഈ BPL കുടുംബമാണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട അതോറിറ്റി നൽകിയ BPL കാർഡ് ഉണ്ടായിരിക്കണം. അലിംകോവുമായി സഹകരിച്ച് സാമൂഹ്യ നീതി ശാക്തീകരണ വകുപ്പ് സംഘടിപ്പിക്കുന്ന ക്യാമ്പുകളിലൂടെയാണ് ഈ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ വിവിധ ജില്ലകളിലായിട്ട് അലിംകോ സംഘടിപ്പിച്ചു. ഇത്ര നിരവധി പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. അതിനെക്കുറിച്ചെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. എങ്കിലല്ലേ അത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റൂ. പലപ്പോഴും വേണ്ട രീതിയിൽ ബോധവൽക്കരണം നടക്കാത്തത് കൊണ്ട് ഈ പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഗുണഭോക്താക്കളിൽ എത്താറില്ല. അത് പരിഹരിക്കുകയാണ് മുത്തശ്ശ നമ്മുടെ ഈ പരിപാടിയുടെ ലക്ഷ്യം. ഇതിലൂടെ വയോധികർക്ക് പ്രയോജനപ്പെടുന്ന വിവിധ പദ്ധതികളെക്കുറിച്ചുള്ള വിശദാംശങ്ങളെല്ലാം നമ്മൾ ലഭ്യമാക്കും.
പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വയോമിത്ര, നമ്മുടെ വയോധികർ നമ്മുടെ അഭിമാനം എന്ന പരിപാടിയാണ്. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയം, കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷൻ ഓഫ് ഇന്ത്യ. ലക്ഷ്മി, ഇന്ന് നമുക്ക് രാഷ്ട്രീയ വയോശ്രീ യോജനയെക്കുറിച്ച് സംസാരിച്ചാലോ? ഒരാൾക്ക് പ്രായമായി വരുംതോറും ആരോഗ്യ സംബന്ധമായ നിരവധി പ്രശ്നങ്ങൾ നേരിടേണ്ടി വരാറുണ്ട്, പ്രത്യേകിച്ചും വാർദ്ധക്യത്തിൽ. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് 2017 ഏപ്രിൽ 1 രാഷ്ട്രീയ വയോശ്രീ യോജന ആരംഭിച്ചത്. വയോധികർക്ക് ആവശ്യമായ സഹായങ്ങളുടെയും ഉപകരണങ്ങളുടെയും ലഭ്യത ഉറപ്പുവരുത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. കാഴ്ച പരിമിതരോ കേൾവി പരിമിതരോ നടക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരോ ഒക്കെയായ വയോധികർക്ക് അതിനെ അതിജീവിക്കാൻ സഹായിക്കുന്ന ഉപകരണങ്ങൾ നൽകുന്നുണ്ട്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വയോധികർക്കാണ് ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നത്. അതെ മുത്തശ്ശ, ഒരു ചിത്രീകരണത്തിന്റെ രൂപത്തിൽ ഈ പദ്ധതി മുത്തശ്ശ ഇവിടെ ഇരിക്കുവാണോ? ഞാൻ വീട്ടിലെ മുഴുവൻ നോക്കി. എന്താ ആകെ ഒരു സങ്കടാണല്ലോ ആ മുഖത്ത്? മോളെ, നടക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടായി. തനിച്ചാണ് എങ്ങോട്ടും പോവാനും പറ്റുന്നില്ല. അതൊന്നും പേടിക്കണ്ട മുത്തശ്ശ, നമുക്ക് ഡോക്ടറിന്റെ അടുത്ത് പോവാലോ. എല്ലാം ശരിയായിക്കോളും. ഹലോ മുത്തശ്ശ, ഞാൻ റീന, കമ്മ്യൂണിറ്റി ആരോഗ്യ പ്രവർത്തകയാണ്. ഹലോ. ഗുഡ് മോർണിംഗ് റീനാൻഡി. ഗുഡ് മോർണിംഗ് മോളെ. രാവിലെ മുത്തശ്ശന്റെ കൂടെ നടക്കാൻ ഇറങ്ങിയതാണോ? ഏയ് അല്ല, ഞാൻ മുത്തശ്ശനെ കാണാഞ്ഞിട്ട് അന്വേഷിച്ചിറങ്ങിയതാ. നോക്കുമ്പോ മുത്തശ്ശൻ ഇവിടെ പാർക്കില് സങ്കടപ്പെട്ടിരിക്കുവാ. നടക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടായി തുടങ്ങിയെന്നാ മുത്തശ്ശൻ പറയുന്നേ. മുത്തശ്ശ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത്? പ്രായമായവരുടെ ജീവിതം മനോഹരവും മെച്ചപ്പെട്ടതുമാക്കാൻ സർക്കാർ എന്തുമാത്രം പദ്ധതികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നതെന്നറിയോ? വയോശ്രീ യോജനയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? വയോശ്രീ യോജനയോ? അതെന്താ? പ്രായമായ ആളുകൾക്ക് വിവിധ ഉപകരണങ്ങൾ കൊടുക്കുന്ന പദ്ധതിയാണ്. നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഊന്നുവടി, കേൾവി പരിമിതിയുള്ളവർക്ക് ശ്രവണോപകരണങ്ങൾ, കാഴ്ച കുറഞ്ഞു വരുന്നവർക്ക് കണ്ണട, അങ്ങനെ പലതും. മുത്തശ്ശ, ഇത് നല്ല പദ്ധതിയാണല്ലോ. മുത്തശ്ശന് എന്തായാലും ഉപകാരപ്പെടും. നന്നായി നടക്കാനും പറ്റും. ഓ, ഇനിയിപ്പോൾ അത് കിട്ടണമെങ്കിൽ ഞാൻ എന്താണാവോ ചെയ്യേണ്ടത്? ഒരു ഫോം പൂരിപ്പിച്ചാൽ മാത്രം മതി. 15,000 രൂപയിൽ താഴെ മാസ വരുമാനമുള്ളവരും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരുമായ മുതിർന്ന പൗരന്മാർക്കാണ് ഇത്തരം ഉപകരണങ്ങൾ ഈ സ്കീമിൽ ഉൾപ്പെടുത്തി നൽകുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ 145667 എന്ന എൽഡർ ഹെൽപ്പ് ലൈൻ നമ്പറിലും വിളിക്കാം. പക്ഷേ മോളെ, ഞാൻ ഒത്തിരി കടലാസുകളൊക്കെ ശരിയാക്കേണ്ടി വരില്ലേ? ഒരുപാടൊന്നുമില്ല മുത്തശ്ശ. ആധാർ കാർഡ്, റേഷൻ കാർഡ്, വരുമാന സർട്ടിഫിക്കറ്റ്, ഇത്രയും മതി. ആണോ? എങ്കിൽ തീർച്ചയായും ഞാൻ അപേക്ഷിക്കും മോളെ. ആഹാ മുത്തശ്ശ, ഈ പദ്ധതി മുത്തശ്ശന് എത്ര ഉപകാരാണ്. ഇനി മുത്തശ്ശന് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നടക്കാലോ എന്റെ കൂടെ. വഴിയിൽ വീഴാതെ കാമിടണം. കാലം പതുക്കെ എനിക്കും നിനക്കും പ്രായത്തിനാദ്യം സമ്മാനിക്കും. ഓർക്കം സ്നേഹിക്കാം അതരവാ, നരയും ചുളിവെല്ലാം നെഞ്ചിലെത്തി. കൈ പിടിച്ചിടാം, സഹായിച്ചിടാം. വയോധികർ നാടിൻ അഭിമാനമല്ലോ.
വഴിയിൽ വീഴാതെ താങ്ങിയിടണം. കാലം പതുക്കെ നിൽക്കും, നീനക്കും പ്രായത്തിനാധിക്യം സമ്മാനിക്കും. ഓക്കാം സ്നേഹിക്കാം ആദരവാൽ, നരയും ചുളിവെല്ലാം നെഞ്ചിലെത്തി. കൈപിടിച്ചിടാം സഹായിച്ചിടാം, വയോധികർ നാടിൻ അഭിമാനമല്ലോ. സുഹൃത്തുക്കളെ, ഇതുവരെ രാഷ്ട്രീയ വയോശ്രീ യോജനയുടെ ഗുണഭോക്താക്കളായിരിക്കുന്നത് 5,74,558 ആളുകളാണ്. 20ഓളം ക്യാമ്പുകൾ നടത്തി 90ഓളം ഉപകരണങ്ങൾ വിതരണം ചെയ്തു. പ്രിയ ശ്രോതാക്കളെ, വയോശ്രീ യോജന എന്താണെന്ന് വിശദീകരിക്കുന്ന റേഡിയോ ചിത്രീകരണമാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത്. ഈ പദ്ധതിയെക്കുറിച്ച് പൊതുജനം എന്തുമാത്രം അറിവുള്ളവരാണ് എന്ന് നമുക്കൊന്ന് നോക്കിയാൽ. നമ്മൾ ഇപ്പോൾ കേട്ടത് പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങളാണ്. വയോധികർക്ക് ഈ പദ്ധതിയെക്കുറിച്ച് അറിയാമോ എന്ന് നോക്കിയാലോ? അവരുടെ വാക്കുകൾ കേൾക്കാം. മനുഷ്യൻ്റെ പേരെങ്ങനെയായിരുന്നു? പേര് ബെന്നി ദേവസ്യ. സ്ഥലം? സ്ഥലം കുപ്പാടിത്തറ. നമുക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ ഏതെങ്കിലും പ്രത്യേകിച്ച് 60 വയസ്സ് കഴിഞ്ഞവർക്കുള്ള സ്കീമുകളെ കുറിച്ച് അറിയുമോ? അതിനെപ്പറ്റി നമുക്ക് ടി വിയിലൊക്കെ കേട്ടിട്ടുണ്ട്. നമുക്കൊന്നിനെ അതിനെപ്പറ്റി ഒന്നും ഇവിടെ വന്നിട്ടോ ഒരു ആനുകൂല്യം തന്നിട്ടുമില്ല, ഒന്നിനെപ്പറ്റി അറിയത്തുമില്ല. ചേട്ടൻ്റെ പേരെങ്ങനെയാ? മാരൻ. മാരൻ. സ്ഥലം എവിടെയാ? കുപ്പാടിത്തറ. 60 വയസ്സ് കഴിഞ്ഞവർക്കുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ എന്തെങ്കിലും സഹായത്തെക്കുറിച്ച് അല്ലെങ്കിൽ പദ്ധതികളെ കുറിച്ച് അറിയാമോ ചേട്ടന്? ഒന്നും അറിയില്ല. സ്ഥലം? കുന്നോങ്ങല. അറിയാം, പക്ഷെ പ്രാപ്യത്തിലാകുന്നില്ല എന്നുള്ളതാണ്. 70 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഇൻഷുർ ചെയ്യാന്നൊക്കെ പറഞ്ഞല്ലേ, അതില്ലല്ലോ. ചേട്ടന് എത്ര വയസ്സുണ്ട്? എനിക്ക് 67 വയസ്സുണ്ട്.
ചേട്ടന് ഏതെങ്കിലും അങ്ങനെയുള്ള പദ്ധതിയുടെ കീഴിൽ പൈസ കിട്ടുന്നുണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. എൻ്റെ പേര് പറഞ്ഞോ. എൻ്റെ പേര് മമ്മൂട്ടി. സ്ഥലം? കെല്ലൂർ. 60 വയസ്സ് കഴിഞ്ഞവർക്കുള്ള ഒരുപാട് പദ്ധതികളുണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ. അവരുടെ ആരോഗ്യത്തിനും ഉന്നമനത്തിനും ഒക്കെ ആയിട്ടുള്ളതാ. ഏതെങ്കിലും സ്കീമുകളെ കുറിച്ച് അറിയുമോ? 60 വയസ്സ് കിട്ടിയിട്ട് ഒരു ഉപകാരം ഉണ്ടായിരുന്നു. വളരെ ബുദ്ധിമുട്ടിലേ ഉള്ളേനു. 60 വയസ്സിന് നമുക്ക് ഇതുവരെ കിട്ടി. ഞാൻ ഇൻഷുറൻസ് എടുക്കാത്ത ആളാണ്. എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാനൊരു ഹാർട്ട് പേഷ്യൻ്റ് രോഗിയാണ്. മുട്ടുവേദനയുണ്ട്, കാല് മുട്ടുവേദനയാണ്. അപ്പോൾ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 ലക്ഷം റുപ്യ വേണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒന്നും കിട്ടിയിട്ടുണ്ടെങ്കിൽ സൗകര്യം ഉണ്ടായിരുന്നു. കേന്ദ്ര ഗവൺമെൻറ് പ്രിയ ശ്രോതാക്കളെ, മുതിർന്ന കുറേ ആളുകൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നതാണ് നമ്മൾ കേട്ടത്. ഈ പരിപാടി അവസാനിപ്പിക്കാനുള്ള സമയമായിരിക്കുന്നു. ഈ പരിപാടിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുമല്ലോ. വയോധികർക്കായി സർക്കാർ നടപ്പാക്കുന്ന വിവിധ പദ്ധതികളെക്കുറിച്ച് കൂടുതലറിയാൻ 1456 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. പരിപാടി അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ. നമ്മുടെ വയോധികർ തണൽ മരങ്ങളാണ്. അവർ കൂടെയുണ്ടായാൽ മാത്രം മതി. അവരുടെ സാന്നിധ്യം തന്നെ നമുക്ക് നൽകുന്നത് വലിയ സുരക്ഷിതത്വമാണ്. അവരോടൊപ്പം അല്പസമയം ഇരിക്കണം. ഗൂഗിളിൽ തിരഞ്ഞാൽ കിട്ടാത്ത പലതും അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഈ പരിപാടി ഇവിടെ അവസാനിക്കുന്നു. നന്ദി. നമ്മുടെ വയോധികർ, നമ്മുടെ അഭിമാനം. കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ സഹായത്തോടെ കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷനുമായി സഹകരിച്ച് തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പരിപാടി. നിർവഹണം ജോബിഷ് ജോസ്.